സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഐഷത്തുൽ ഷംന കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഷംന, പരക്കെ മഴയാണ്, എങ്ങനെയാണ് അലർട്ടുകൾ? ആര്യ, ഇന്ന് 12 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകൾക്കുമാണ് മുന്നറിയിപ്പുള്ളത്. എന്തായാലും നാളെ കേരളത്തിൽ മൺസൂൺ എത്തുമെന്ന് നേരത്തെ തന്നെ പ്രവചനമുണ്ടായിരുന്നു. മൺസൂൺ എത്തിയാലും ഇത്തവണ ഈ മൺസൂണിന് പുറമെ, അതായത് സാധാരണ മഴക്കാലത്തേക്കാൾ കൂടുതൽ മഴ ലഭിക്കും. അതിന് കാരണം ഇന്നലെ അറബിക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറുകയാണ് വരും ദിവസങ്ങളിൽ. ഇന്നലെ മുന്നറിയിപ്പുണ്ടായിരുന്നു അടുത്ത 36 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമാകുമെന്ന്. ഇതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഒപ്പം നാളെ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയായിരിക്കും. ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ഓറഞ്ച് അലർട്ടുകൾ തന്നെയാണ് വടക്കൻ കേരളത്തിലുള്ളത്. എന്തായാലും ഇത്തവണ നാളെ മഴയെത്തും. കഴിഞ്ഞ 15 വർഷത്തിനിടെ ആദ്യമായാണ് കേരളത്തിൽ ഇത്തരം നേരത്തെ മൺസൂൺ എത്തുന്നത്. അങ്ങനെ കുറെ മുന്നറിയിപ്പുകളുണ്ട്. ഒപ്പം തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ മഴയുടെ തീവ്രത കൂടുതലായിരിക്കും, ലഭിക്കുന്ന മഴയുടെ അളവ് കൂടുതലായിരിക്കും. മലവെള്ളപ്പാച്ചിലിന് സാധ്യതയുണ്ട്, മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. അപ്പോൾ മുൻകരുതലുകൾ പാലിക്കണം, ജാഗ്രത പാലിക്കണം എന്നൊക്കെ നിർദ്ദേശമുണ്ട്. ആര്യ, തീർച്ചയായും അതീവ ജാഗ്രത പുലർത്തേണ്ട സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതേസമയം സംസ്ഥാനത്ത് കള്ളക്കടൽ മുന്നറിയിപ്പുമുണ്ട്. ഇന്ന് രാത്രി മുതൽ നാളെ രാത്രി വരെയാണ് മുന്നറിയിപ്പുള്ളത്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം.